നമസ്കാരം, ഞാൻ ജോയ്സ് മാത്യു. ഷെഖിന ന്യൂസ് വേൾഡ് ടുഡേയിലേക്ക് സ്വാഗതം. ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങളിൽ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ഇൻ ഇറാഖ് ആൻഡ് സിറിയ ഭീകരനെ പിടികൂടിയതായി തുർക്കി അധികൃതർ അറിയിച്ചു. 124 സ്ഥലങ്ങളിൽ നടത്തിയ റെയ്ഡുകളിൽ 137 പ്രതികളിൽ 115 പേരെ പിടികൂടി. നിരവധി പിസ്റ്റളുകളും വെടിക്കോപ്പുകളും പിടിച്ചെടുത്തു. തുർക്കിക്ക് പുറത്തുള്ള IS പ്രവർത്തകരുമായി പ്രതികൾക്ക് ബന്ധമുണ്ടെന്ന് പ്രോസിക്യൂട്ടറുടെ ഓഫീസ് അറിയിച്ചു. സംഘർഷ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പോരാട്ടത്തിൽ പങ്കുചേരാനുള്ള അവസരം ഇവർ തേടുകയായിരുന്നുവെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഭീകരരുടെ താമസ സ്ഥലങ്ങളിൽ നടത്തിയ റെയ്ഡിൽ ISSന്റെ ഡിജിറ്റൽ മെറ്റീരിയലുകളും നിരോധിത പ്രസിദ്ധീകരണങ്ങളും അധികൃതർ പിടിച്ചെടുത്തു. മുസ്ലിം ഇതര മതസ്ഥരെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്താൻ ISS അംഗങ്ങൾ പദ്ധതിയിട്ടിരുന്നതായി ഇസ്താംബുൾ പോലീസിന് വിവരം ലഭിച്ചു. തുർക്കി തലസ്ഥാനത്ത് 124 സ്ഥലങ്ങളിൽ നടത്തിയ റെയ്ഡിൽ 137 പ്രതികളിൽ 115 പേരെയാണ് പിടികൂടിയത്. 22 പേരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു. ഒമാനുമായി സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ച ഇന്ത്യ തുർക്കിക്ക് നൽകിയത് 8ന്റെ പണി. നേരത്തെ മാർബിളിന് വേണ്ടി തുർക്കിയെ മാത്രം ആശ്രയിച്ചിരുന്ന ഇന്ത്യ പകരം ഒമാനിൽ നിന്ന് മാർബിൾ ഇറക്കുമതി ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. ഏകദേശം വർഷം തോറും $500 കോടി മാർബിൾ തുർക്കിയിൽ നിന്നും ഇറക്കുമതി ചെയ്തിരുന്നതാണ് ഇന്ത്യ. ഫിനിഷ് ചെയ്ത മാർബിളായിരുന്നു ഇന്ത്യ തുർക്കിയിൽ നിന്നും കൊണ്ടുവന്നിരുന്നത്. പക്ഷെ പകരം ഇപ്പോൾ ഒമാനിൽ നിന്നും അസംസ്കൃത മാർബിളാണ് ഇന്ത്യ വാങ്ങുക. ഇതോടെ ഈ അസംസ്കൃത മാർബിൾ കട്ട് ചെയ്യുക, പോളിഷ് ചെയ്യുക തുടങ്ങിയ അധിക തൊഴിലവസരങ്ങളും ഇന്ത്യക്ക് ലഭിക്കും. പഹൽഗാം ആക്രമണത്തിന് മറുപടിയായി ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ ആക്രമണത്തിൽ പാകിസ്ഥാന് ഡ്രോണുകളും മിസൈലുകളും നൽകി സഹായിക്കുകയായിരുന്നു തുർക്കി. പണ്ട് തുർക്കിയിൽ ഭൂകമ്പം നാശനഷ്ടം വിതച്ചപ്പോൾ ആദ്യം ഓടിയെത്തിയ രാജ്യമായിരുന്നു ഇന്ത്യ. പക്ഷേ ഇന്ത്യയോടുള്ള ഈ ചതി വലിയ ആഘാതമായിരുന്നു ഇന്ത്യക്കാർക്ക്. മതമാണ് പ്രശ്നമെന്ന നിലപാടെടുത്ത തുർക്കിയോട് ഇന്ത്യക്കാർ തന്നെ പ്രതികാര നടപടികൾ കൈക്കൊള്ളാൻ തുടങ്ങി. ഇന്ത്യക്കാരിൽ പലരും വെഡിംഗ് ഡെസ്റ്റിനേഷനായി തുർക്കിയെ പ്രയോജനപ്പെടുത്തിയിരുന്നു. പലരും വിദേശയാത്രയ്ക്കായി തിരഞ്ഞെടുത്ത ഡെസ്റ്റിനേഷനായിരുന്നു തുർക്കി. ഇസ്താംബുളിനെ പോലെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന നിരവധി നഗരങ്ങൾ തുർക്കിയിലുണ്ട്. പക്ഷേ ഇത്തരം തുർക്കി ട്രിപ്പുകൾ പലരും സംഭവത്തെ തുടർന്ന് ഉപേക്ഷിച്ചു. ഇതെല്ലാം കൂടി തുർക്കിക്ക് വലിയൊരു സാമ്പത്തിക ആഘാതമാണ് ഉണ്ടാക്കിയത്. ബംഗ്ലാദേശിൽ അടുത്തിടെയുണ്ടായ ഹിന്ദു യുവാക്കളുടെ കൊലപാതകങ്ങളിൽ ശക്തമായി പ്രതികരിച്ച് ഇന്ത്യ. ന്യൂനപക്ഷ വിഭാഗങ്ങളെ ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങളെ ഖേദകരമെന്ന് വിശേഷിപ്പിച്ച് ഇന്ത്യ ഇത്തരം അക്രമങ്ങൾ അവഗണിക്കാനാവില്ല എന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാളാണ് രൂക്ഷമായ പ്രതികരണം നടത്തിയത്. ഹിന്ദുക്കൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ അപലപിക്കുന്നുവെന്നും കുറ്റവാളികളെ കണ്ടെത്തി ശിക്ഷിക്കണമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വിഷയം ഇന്ത്യ ഗൗരവമായി തന്നെ പരിഗണിച്ചിട്ടുണ്ട്. ഇത്തരം ആക്രമണങ്ങളെ പുറന്തള്ളുവാൻ കഴിയില്ല. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന നിരന്തര ക്രൂരത വലിയ ആശങ്ക ഉളവാക്കുന്നതാണെന്നും ഹിന്ദു യുവാക്കളുടെ കൊലപാതകത്തിൽ അപലപിക്കുന്നുവെന്നും കുറ്റകൃത്യം ചെയ്തവരെ നീതിക്ക് മുന്നിൽ കൊണ്ടുവരണമെന്ന് പ്രതീക്ഷിക്കുന്നതായും രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. പാകിസ്ഥാൻ നിയന്ത്രണ രേഖയിൽ കൂടുതൽ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുന്നതായി റിപ്പോർട്ട്. നിയന്ത്രണ രേഖയ്ക്കടുത്ത് പാക് അധീന കാശ്മീരിന്റെ മുൻനിര പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ കൂടുതൽ കൗണ്ടർ ഡ്രോൺ സംവിധാനങ്ങൾ വിന്യസിച്ചിരിക്കുകയാണ്. റാവലക്കോട്ട്, കൊട്ലി, ഭീംബർ സെക്ടറുകൾക്ക് എതിർവശത്ത് പാകിസ്ഥാൻ പുതിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സ്ഥാപിച്ചതായി ഇന്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നു. നിയന്ത്രണ രേഖയിൽ 30-ലധികം ഡ്രോൺ പ്രതിരോധ യൂണിറ്റുകളും പാകിസ്ഥാൻ വിന്യസിച്ചതായും ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്. കൊട്ലി, ഭീംബർ ബ്രിഗേഡുകളെ നിയന്ത്രിക്കുന്ന 23ാമത് ഇൻഫൻട്രി ഡിവിഷനോടൊപ്പം മുറി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന 12ാമത് ഇൻഫൻട്രി ഡിവിഷന് കീഴിലാണ് പാകിസ്ഥാൻ ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള വ്യോമാതിർത്തി നിരീക്ഷണവും ഇലക്ട്രോണിക് ഉപകരണ ശേഷികളും ശക്തിപ്പെടുത്തുന്നതിനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നീക്കം. തായ്വാന് വൻതോതിൽ ആയുധം വിൽക്കാനുള്ള അമേരിക്കൻ തീരുമാനത്തെ ഉപരോധ ആയുധം കൊണ്ട് നേരിടാൻ ചൈന. ഇതിന്റെ ഭാഗമായി ഒട്ടേറെ US പ്രതിരോധ കമ്പനികൾക്ക് മേൽ ചൈന ഉപരോധം പ്രഖ്യാപിച്ചു. തായ്വാനിലേക്ക് ആയുധം എത്തിക്കുന്ന 20 അമേരിക്കൻ കമ്പനികൾക്കാണ് ഉപരോധം ഏർപ്പെടുത്തുന്നതെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഒപ്പം 10 മുതിർന്ന എക്സിക്യൂട്ടീവുകൾക്കും ഉപരോധം ബാധകമാണ്. ഉപരോധം ഉടൻ പ്രാബല്യത്തിൽ വരും. ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി US-ലേക്ക്. ഞായറാഴ്ച ഫ്ലോറിഡയിൽ വെച്ച് നടക്കുന്ന ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച നിർണായകമാകും. അതേസമയം താൻ സെലൻസ്കിയെ അംഗീകരിക്കുന്നതുവരെ അദ്ദേഹത്തിന്റെ കൈവശം ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് ട്രംപ് പറഞ്ഞു. ചർച്ചയുടെ ഭാഗമായി 20 ദിന സമാധാന കരാറും സുരക്ഷാ ഗ്യാരണ്ടി കരാറുമാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം പുതുവത്സരത്തിന് മുൻപ് ഒരുപാട് കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയുമെന്നാണ് കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി സെലൻസ്കി പറഞ്ഞത്. 60 ദിവസത്തെ വെടിനിർത്തലിന് റഷ്യ സമ്മതിച്ചാൽ ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന 20 ദിന സമാധാന പദ്ധതി നടപ്പാക്കാൻ താൻ തയ്യാറാണ്
തയ്യാറാണെന്നും സെലൻസ്കി പറഞ്ഞു. അതേസമയം ഡൊണറ്റ്സ്ക്, ലുഹാൻസ്ക് മേഖലകൾ ഉൾപ്പെടുന്ന ഡോൺബാസിന്റെ പൂർണ്ണ നിയന്ത്രണമാണ് ഉക്രൈന്റെ ആവശ്യം. എന്നാൽ കിഴക്കൻ ഡൊണറ്റ്സ്ക് മേഖലയിലെ ചില ഭാഗങ്ങളിൽ നിന്ന് ഉക്രൈൻ പിന്മാറണമെന്ന് റഷ്യയും ആവശ്യപ്പെടുന്നു. ബംഗ്ലാദേശിൽ കലാപ അക്രമ സംഭവങ്ങൾ തുടരുന്നു. രാജ്യത്തെ വിഖ്യാത ഗായകൻ ജെയിംസിന്റെ സംഗീത പരിപാടി നടക്കാനിരുന്ന വേദിക്ക് നേരെ ഒരു സംഘം ആളുകൾ അക്രമം നടത്തിയതിന് പിന്നാലെ പരിപാടി റദ്ദാക്കി. ഫരീദ്പൂരിലെ ഒരു സ്കൂളിലെ വാർഷികവുമായി ബന്ധപ്പെട്ട് വെള്ളിയാഴ്ച രാത്രി 9 മണിക്കായിരുന്നു പരിപാടി നിശ്ചയിച്ചിരുന്നത്. എന്നാൽ പരിപാടി ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപ് ഒരു സംഘം ആളുകൾ എത്തുകയും വേദിയിലേക്കും കാണികളുടെ നേർക്കും കല്ലുകളും ഇഷ്ടികകളും വലിച്ചെറിയുകയുമായിരുന്നു. അക്രമത്തിൽ ഒട്ടേറെ ആളുകൾക്ക് പരിക്കേറ്റു. ഇതിൽ 10-15 പേർ സ്കൂളിലെ വിദ്യാർത്ഥികളാണെന്നാണ് വിവരം. അക്രമികളെ പ്രതിരോധിക്കാൻ ആളുകൾ ശ്രമിച്ചെങ്കിലും അനിഷ്ട സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പരിപാടി റദ്ദാക്കുകയായിരുന്നു. പിന്നാലെ ജെയിംസിനെ കനത്ത സുരക്ഷയോടെ പുറത്തേക്ക് കൊണ്ടുപോയി. അദ്ദേഹത്തിനോ സംഘാംഗങ്ങൾക്കോ പരിക്കേറ്റിട്ടില്ല എന്നാണ് വിവരം. വേൾഡ് ടുഡേ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.